സാധാരണ കൃഷിഭവനിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണ്. കഴിഞ്ഞ വർഷം 80,000 രൂപയോളം സബ്സിഡി കിട്ടിയത്. ഈ വർഷം ഇപ്പോൾ സബ്സിഡി ഇല്ലാന്നാണ് അവർ പറയുന്നത്. അങ്ങനെ സ്കീമില്ല ഇല്ലാന്നാണ്. അപ്പോൾ അവരോട് ഞാൻ ഇന്ന് കൃഷിയൊന്നും വന്ന് കണ്ടിട്ട് പോകാൻ പറയും. ഇത്ര നല്ല തോട്ടം നമ്മളിവിടെ ചെയ്തു വെച്ചിട്ട് അതൊന്നും അത് സന്ദർശിക്കാനോ ചെയ്യാനോ പറ്റുന്ന നേരം ഈ സാധനം അധികമായി വരുന്ന സമയത്ത് നമുക്കൊന്ന് ഏതെങ്കിലും ഒരു ടൗണിൽ വെക്കാനുള്ള ഒരു പെർമിഷൻ വാങ്ങിത്തരാറുണ്ട്. കച്ചവടക്കാർ തടയായിരിക്കും. കച്ചവടക്കാരുടെ അമിത ലാഭം ഒരു നിശ്ചിത ഇതിലോട്ട് കൊണ്ടുവന്ന് നമുക്കും കൂടെ കിട്ടുന്ന രീതിയിൽ അവർക്ക് 30 രൂപ നമുക്ക് 30 രൂപ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കച്ചവടം. അതൊന്ന് ഒഴിവാക്കി കിട്ടണമെന്ന് പറയുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-ന് കേരളം നടുക്കത്തോടെയാണ് ഒരു വാർത്ത കേട്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ ഒട്ടേറെ കർഷക അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു വ്യക്തി കൃഷി തകർച്ചയും കടബാധ്യതയും മൂലം ജീവനൊടുക്കിയിരിക്കുന്നു. മണ്ണിനെ പ്രണയിച്ച് മണ്ണിൽ നിന്ന് പൊന്നു വിളയിച്ചിരുന്ന ഒരു മികച്ച കർഷകനായിരുന്ന അമ്പാട്ട് ഏലിയാസ് എന്ന വ്യക്തിക്കാണ് അത്യന്തം ദൗർഭാഗ്യകരമായ ഈ ദുരവസ്ഥ നേരിടേണ്ടതായി വന്നത്. വിലത്തകർച്ചയും കൃഷിനാശവും വലിയ സാമ്പത്തിക തകർച്ചയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയും ഒരുമിച്ച് നേരിട്ടപ്പോൾ അത് താങ്ങാൻ ദുർബല ഹൃദയനായ ആ മനുഷ്യന് കഴിഞ്ഞില്ല. ഒരു നിമിഷത്തെ അവിവേകം അദ്ദേഹത്തെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്ന ആ പ്രവൃത്തിയിലേക്ക് എത്തിക്കുകയായിരുന്നു. കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ പഞ്ചായത്തിലെ ഇടവരമ്പ് സ്വദേശിയായിരുന്ന ഏലിയാസ് നാട്ടിലും ബന്ധുക്കൾക്കിടയിലും ഏവർക്കും വേണ്ടപ്പെട്ടവരും ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്രയവുമായിരുന്നു. തൻ്റെ കൃഷി തകർച്ച തൻ്റെ തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം തളർത്തിയത്. എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച ഒരു മനുഷ്യന് അതുകൊണ്ട് ഭയങ്കര വിഷമം തന്നെയാണ്. കടം കയറിയിട്ട് ഏലിയാസെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്ന ഞാൻ എപ്പോഴും. ഇപ്പം ഞാൻ പണിക്ക് വരുന്നില്ലേലും എൻ്റെ വീടിൻ്റെ പുറയിൽ തന്നെയാണ് ഈ കൃഷി. ഞാൻ എന്നും വന്ന് എല്ലാ ഏലിയാസിനും സഹായം ചെയ്യും. എന്നെ കൊണ്ടാണ് ഈ വീട് മുഴുവനും കൊണ്ട് നടന്ന് കുളിപ്പിക്കുക. ആദ്യം എടുക്കുന്നത് തന്നെ പരിസരത്തുള്ള എല്ലാ വീട്ടുകാർക്കും കൊടുക്കും. അല്ലാത്തവർക്കും ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. ഒന്നും നമുക്ക് മറ്റുള്ളവർ നന്നാകണമെന്നുള്ള ചിന്തയിലും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്തരുതെന്നുള്ള ചിന്തയിലുള്ള ഒരു സ്വഭാവക്കാരനുമായിരുന്നു. ഇതുപോലെ തങ്കപ്പെട്ട മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. 10-12 പേര് പണിക്കാരുണ്ടായിരുന്നു. അവരെ ഒത്തിരി കരുതുകയും ഏലിയാസേട്ടൻ പറയാറുണ്ട്, എൻ്റെ കൂടെ ഉള്ള കുടുംബങ്ങളും കഴിഞ്ഞു പോകണം, ഞാനിത് നിർത്തിക്കഴിഞ്ഞാൽ ആ കുടുംബങ്ങളും ഇന്ന് പട്ടിണിയാകും, അതുകൊണ്ട് അച്ഛൻ ഇത് തുടർന്ന് ഇങ്ങനെ കടമായാലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് എന്ന് പോലും ഏലിയാസേട്ടൻ്റെ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. പള്ളിയുടെ കമ്മിറ്റി അംഗം കൂടിയാണ്. 15 കമ്മിറ്റി അംഗങ്ങളുള്ള ഇതിൽ ഒരാൾ ഏലിയാസേട്ടനും കൂടിയാണ്. അതുപോലെ തന്നെ പെരുന്നാൾ, ക്രിസ്മസ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പള്ളിക്ക് ഭക്ഷണം വെക്കാൻ ഭക്ഷണക്കാരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും എല്ലാം ഏലിയാസേട്ടനാണ്. ഇപ്പോൾ നമ്മളൊരു ഏലിയാസേട്ടൻ്റെ മരണം കഴിഞ്ഞ് നമ്മൾ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ, ഭരണസമിതി അംഗങ്ങളൊക്കെ ഇരുന്ന് ആലോചിച്ചപ്പോൾ അത് നികത്താൻ പറ്റാത്തൊരു വിടവ് തന്നെയാണ്. ഇനി ആ സ്ഥാനത്തേക്ക് ആര് വരും? ഏലിയാസേട്ടൻ്റെ അത്രയും ഡെഡിക്കേഷനും കാര്യങ്ങളുള്ള ഒരാളെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ വിടവ് നികത്താനും ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾ ഇന്നത് കഴിഞ്ഞപ്പോൾ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പള്ളിയിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ കമ്മിറ്റി അംഗങ്ങളൊക്കെ കൂടി പറഞ്ഞ ഒരു വാക്കാണ് ഇത് നികത്താൻ പറ്റാത്തൊരു വിടവാണ്. ആത്മഹത്യ എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ്റെ ചില സമയങ്ങളിൽ ഒരു നിമിഷത്തേക്ക് ഇത്ര നാളും ഈ വർഷങ്ങളോളം ചെയ്ത നന്മകൾ ഒരു നിമിഷം കൊണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ട് പെട്ടെന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ആൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും അനുതപിച്ച് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞ് കുമ്പസാരിച്ച് രോഗിലേപനമൊക്കെ സ്വീകരിച്ച് അതുപോലെ വിശുദ്ധ കുർബാനയും സ്വീകരിച്ച് 2 ദിവസം രോഗിയായിട്ട് കിടന്നിട്ടാണ് പുള്ളി ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇവർ 7 മക്കളാണ്. 7 മക്കളുടെ വീട്ടിലും എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും ചെയ്തു തരുന്നത് ഏലിയാസച്ചനായിരുന്നു. എൻ്റെ മക്കളുടെ കാര്യങ്ങളായാലും ഏലിയാസച്ചൻ ആദ്യമായിട്ട് തലതൊടാൻ കിട്ടിയത് എൻ്റെ മോനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 3 പതിറ്റാണ്ടിലേറെയായി കൃഷിയായിരുന്നു ഏലിയാസിൻ്റെ ജീവിതം. സാധാരണ ദിവസങ്ങളിൽ നേരം വെളുക്കുന്നതിന് മുമ്പേ പറമ്പിലേക്ക് ഇറങ്ങുന്ന അദ്ദേഹം രാത്രി ഏറെ ഇരുട്ടിയതിനു ശേഷമേ കൃഷിപ്പണികൾ മതിയാക്കി കൃഷിയിടത്തുനിന്ന് കയറാറുണ്ടായിരുന്നുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനവും വിലയിലെ അസ്ഥിരതയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ലഭ്യമാകാതെ വരുന്നതും മൂലം ചില വർഷങ്ങൾക്ക് മുമ്പ് മുതലേ കൃഷി നഷ്ടമായി മാറിക്കൊണ്ടിരുന്നെങ്കിലും കൃഷി മതിയാക്കിയുള്ള മറ്റൊരു ജീവിതശൈലിയെക്കുറിച്ച് അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പോലും ആകുമായിരുന്നില്ല. പഠിത്തം കഴിഞ്ഞപ്പോൾ തൊട്ട് അവന് കൃഷിക്ക് ഇറങ്ങിയതാ. ഏതാണ്ട് 10 കഴിഞ്ഞ് ഒരു 10
20 വയസ്സുള്ള അതിന് തൊട്ടേ മുമ്പേ ഇവൻ പണിയെടുക്കുന്ന ഞാൻ. എന്നാലും ഈ കൃഷിയായിട്ട് ഇറങ്ങിയിട്ട് ഒരു 10-30 കൊല്ലത്തിൽ മേലെയായി. അന്നേരം തൊട്ടേ ഞാൻ ഇവൻ്റെ കൂടെ സഹിച്ച് പണിയെടുക്കാനും കൂടും. നമുക്ക് അങ്ങനെ പണിയെടുത്തുകൊണ്ട് നടന്നതാണ്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് കൃഷി ചെയ്യാൻ ജീവൻ. കൃഷി മാത്രമാണ് ആളുടെ ജീവൻ എന്ന് പറയുന്നത്. കൃഷിയാണ്. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകും. ഒരു 8 മണിയാകുമ്പോഴേക്ക് വീട്ടിലേക്ക് ആൾ കയറി വരുത്തുള്ളൂ. ബാക്കി മൊത്തം കൃഷി തോട്ടത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വാഴ ഉണ്ടാകുന്ന സമയത്താകുമ്പോൾ ഒരു 4 മണിയാകുമ്പോൾ രാവിലെ വെളുപ്പിന് ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകും നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് തോട്ടത്തിൽ വെള്ളം അടിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അതെല്ലാം ചെയ്തിട്ടാണ് ആൾ ഇതുവരെ മുമ്പോട്ട് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. ഏലിയാസ് ചേട്ടനെ ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ വരുമ്പോഴേ മിക്കവാറും ചേട്ടനെ കണ്ടുകൊണ്ടാണ് വരുന്നത്. കാരണം ഈ പറമ്പിൽ എപ്പോഴും തന്നെ പുള്ളി ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ ഫീൽഡിൽ പോകാറുണ്ട്. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നല്ല വെയിലായിരിക്കും. കട്ട വെയിലത്തും ഇങ്ങനെ പണിയെടുക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ആരോഗ്യകരമായ രീതിയിൽ കൃഷി ചെയ്യപ്പെടുന്ന പച്ചക്കറി ഇനങ്ങളും പഴവർഗ്ഗങ്ങളും കേരളത്തിൻ്റെ എക്കാലത്തെയും വലിയ ആവശ്യങ്ങളിലൊന്നാണ്. ക്യാൻസർ ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രധാന കാരണങ്ങളിലൊന്നായ പച്ചക്കറിയിലെ വിഷാംശം എന്ന പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഏറ്റവും പ്രധാന മാർഗം മികച്ച കർഷകർക്ക് സർക്കാരും സമൂഹവും പിന്തുണ നൽകുകയാണ്. വിലയിലെ അസ്ഥിരത, കൃഷി തകർച്ച, ഇടനിലക്കാരുടെ മുതലെടുപ്പുകൾ, പ്രതികൂല കാലാവസ്ഥകൾ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കർഷകർക്ക് പലപ്പോഴും തനിയെ അതിജീവിക്കാൻ കഴിയുന്നതല്ല. യുക്തമായ ഇടപെടൽ നടത്തേണ്ട സർക്കാർ സംവിധാനങ്ങൾ മുഖം ധരിക്കുന്ന പക്ഷം കർഷകർ വലിയ തകർച്ചയിലേക്ക് നിർദ്ദിക്കും. അത്തരത്തിൽ ആത്മഹത്യാ മുനമ്പിലെത്തിയ നിരവധി കർഷകരിൽ ഒരാളാണ് ഏലിയാസ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഈ കേരളത്തിലെ മുഴുവൻ കർഷകരെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഈ ഏലിയാസ് എന്ന സഹോദരൻ അവരുടെ പള്ളിയിലെ സജീവ അംഗമായിരുന്നു. അദ്ദേഹം ഒരു മാതൃകാ കർഷകനായിരുന്നു. ഇവിടുത്തെ കൃഷി വകുപ്പ് പലതവണ അദ്ദേഹത്തിന് അവാർഡ് നൽകി അനുമോദിച്ച വ്യക്തിത്വമായിരുന്നു. പക്ഷേ ഈ കൃഷി വകുപ്പുകാർ അദ്ദേഹത്തോട് വലിയൊരു ക്രൂരത ചെയ്തു. കർഷകൻ്റെ നിലവിളിക്ക് മുമ്പിൽ അധികാരികൾ സൗകര്യപൂർവ്വം മുഖം മറയ്ക്കുകയാണ്. അവരുടെ കാതുകൾ കൊട്ടിയടയ്ക്കുകയാണ്. ഇതുവരെ ഒരു 7 ഏക്കറിൽ പച്ചക്കറി കൃഷിയും അപ്പുറത്തെ 6 ഏക്കറിൽ വാഴ കൃഷിയുണ്ട്. ഇപ്പം പൊതുവെ കൃഷി ഭയങ്കര നഷ്ടമായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. അതിനാലാണ് ഇപ്പം ഒരു അവസ്ഥ വന്നത്. കടങ്ങൾ കുറേ ബാങ്ക് ലോണും കാര്യങ്ങളായിട്ട് കുറേ കടങ്ങളുണ്ട്. ഗോൾഡ് ലോണുകളായിട്ടെല്ലാം എല്ലാം റോളിങ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഓരോ വർഷവും ഓരോ കടങ്ങളെല്ലാം എടുത്ത് റോൾ ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു. വാഴയ്ക്ക് അവിടെ വിലയായിരുന്നു ഏറ്റവും പോയില്ല. അതിൽ ഏറ്റവും നിരാശയായിരുന്നു. വാഴക്കൊലയ്ക്ക് വിലയില്ലാതെ വന്നു. വിളവെടുക്കാവുന്ന സമയമാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ദോഷമായിട്ട് വരും, അത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ കൂടുതലും ഈ കടങ്ങൾ വന്നത്. പിന്നെ 2-3 കുടുംബങ്ങളാണെങ്കിലും ഈ മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ട് അവരെയും വെറുതെ ആക്കണ്ടല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് ഇത് മുമ്പോട്ട് പോയത്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളോട് പറയുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായി, തിരിച്ച് നിൽക്കാൻ പറ്റില്ല, കൃഷിഭവനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ തന്നില്ല എന്നൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു. ജനുവരിയിൽ ഏലിയാസ് ചേട്ടൻ പറഞ്ഞു പുഴയ്ക്കക്കരെ ഏത്തവാഴ നട്ടിട്ട് ഭയങ്കര നഷ്ടമായിപ്പോയി. എനിക്ക് പിന്നെ 20 രൂപ വെച്ചേ കിട്ടിയുള്ളൂ. ഒത്തിരി സ്ഥലത്ത് കൃഷിയുണ്ട്, ഒത്തിരി കടവും ഉണ്ടെന്ന് പറയുമായിരുന്നു. വിളവ് വരുമ്പം നമുക്ക് വില കിട്ടുന്നില്ല. പിന്നെ ഈ വെള്ളരിയെല്ലാം നട്ട് വരുമ്പം ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മോനേങ്കുന്നിൽ ഒരു 5-6 കൂട്ടം കൃഷികളുണ്ടായിരുന്നു. പാവല, പടവലം, വെള്ളരി, കക്കരി, ഞരമ്പൻ, അങ്ങനെ എല്ലാവിധ കൃഷികളും ഉണ്ടായിരുന്നു. അതിൽ പാവൽ ഒരു 2 ഏക്കർ സ്ഥലത്തെ പാവൽ നല്ല കായായി പറിക്കുന്ന സമയത്താണ് ഈ പന്തൽ വീണ് പോയത്. പന്തൽ നമ്മൾ നിർത്തിയെങ്കിലും നമുക്കതിൽ നിന്നൊന്നും കിട്ടിയില്ല. അത് മുഴുവൻ നഷ്ടം വന്നു പോയി. കർഷകൻ കടക്കെണിയിലാകുന്നതിന് വിവിധ കാരണങ്ങളുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾ, കർഷകൻ വിചാരിക്കാത്തതുപോലെ അവന് ഫലമെടുക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ. അങ്ങനത്തെ അവസ്ഥകളിലാണ് ഈ ഗവൺമെൻറ് ഒരു കൈത്താങ്ങ് കൊടുക്കുന്നത്. കർഷകരുടെ ജീവിത അവസ്ഥയ്ക്ക് മാറ്റം വരണം. കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് തങ്ങൾ സുരക്ഷിതരായി ജീവിക്കാനുള്ള സംവിധാനം ഈ നാട്ടിലുണ്ട് എന്ന ഒരു ഉറച്ച ബോധ്യവും സുരക്ഷിതത്വ ബോധവും ലഭിക്കണം. അത് ലഭിക്കണമെങ്കിൽ സർക്കാരുകൾ ഇടപെട്ടാലേ നടക്കുകയുള്ളൂ. പാവപ്പെട്ട കർഷകന് സബ്സിഡി കിട്ടാതെ കൃഷി ഓഫീസുകൾ കയറിയിറങ്ങുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കുന്നതിന് ഇവിടുത്തെ അധികാരി വർഗങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ കർഷകൻ്റെ ദാരുണാന്ത്യം
കേരള സമൂഹത്തിന് ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവർക്കും എല്ലാമായി കൂടെ നടന്നിരുന്ന ഒരാളുടെ ഒറ്റപ്പെടൽ തിരിച്ചറിയാനും ബലം നൽകാനും സമൂഹത്തിന് കഴിയാതെ പോയി. സമാനമായ ഒട്ടേറെ തകർച്ചകളും കാർഷിക മേഖലയുടെ പതനവും അടിയന്തര ശ്രദ്ധ അർഹിക്കുന്ന വിഷയങ്ങളാണെങ്കിലും അർഹിക്കുന്ന പരിഗണന നൽകാനും പരിഹാരം കണ്ടെത്താനും സർക്കാരിന് സാധിച്ചില്ല. ഈ കർഷകൻ ആത്മഹത്യാശ്രമം നടത്തിയെന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് അനിശ്ചിതാവസ്ഥയിൽ കിടന്ന സർക്കാർ ധനസഹായം പാസാക്കി നൽകാൻ ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തത്. അനാസ്ഥകൾ നിമിത്തം മറ്റൊരു കർഷകനും ഇത്തരമൊരു ദുരിതത്തിലേക്ക് എത്തിച്ചേരാതിരിക്കട്ടെ.